ഹലോ ഗേസ്, ഞാനൊന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് പപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിന്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് ഇതുപോലെ മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടിക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് എൻ്റെ കണക്ക്. അതിലേക്ക് 3 കറുകപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 6 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 കരയാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവയെല്ലാം കൂടി ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കട്ടെ. ഇതുപോലെ നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്ത ശേഷം ഒരു മീഡിയം സൈസ് സബോള എടുക്കുക. അതിൻ്റെ ഹാഫ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് നല്ല പോലെ ഒന്ന് കുഴമ്പ് പരുവത്തിൽ അരച്ച് വരാട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാട്ടോ. ഇത് എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മസാല ഇതാണ് ഇതിന് വേണ്ടത്. നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുന്ന മസാല എന്ന് പറയുന്നത് ഈ ഒരു മസാലയാട്ടോ. ഈ മസാല ഇവിടെ നമുക്കൊന്ന് എടുത്തു വെച്ച ശേഷം ഈ ഹാഫ് സബോളയില്ലേ, അത് നല്ലപോലെ സ്ലൈസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ അരച്ച ജാറില്ലേ അതിലേക്ക് തന്നെ ഇട്ടിട്ട് നേരത്തെ അരച്ച മസാലയും കുറച്ചെടുത്തിട്ട് ഇതും കൂടെ ഒന്ന് അരച്ച് ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ പൊടിച്ചതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ശേഷം ഒരു പാന് അടപ്പത്ത് വെച്ചു. പാൻ എന്ന് വെച്ചാൽ ഞാൻ കുക്കറായിട്ട് എടുത്തത്. കുക്കറാണ് ഇതിന് നല്ലത്. കുക്കർ എടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ നേരത്തെ നമ്മൾ ഹാഫായിട്ട് മുറിച്ച് സബോളയില്ലേ അത് ഇതിലിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാവണ വരെ വഴറ്റിയ ശേഷം ഈ മസാലയില്ലേ, ഈ മസാല ഇതിൽ ചേർത്ത് നല്ല പോലെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മുടെ ഇറച്ചി മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടായി തിളച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് നമ്മുടെ ചൊറുക്ക ചേർത്ത് കൊടുക്കുക. ഒരു 6 ടീസ്പൂൺ ചൊറുക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചൊറുക്ക ചേർത്ത് കൊടുത്ത ശേഷം കഴുകി ക്ലീനാക്കി വെച്ച് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഉപ്പിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ ഉപ്പിടണമെങ്കിൽ ഇടാം. അങ്ങനെ ഉപ്പിട്ടെടുത്ത് ഞാൻ എന്ത് ചെയ്തു, കുക്കർ അടച്ച് വെച്ചു. കുക്കർ അടച്ച് വെച്ച ശേഷം ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് ഞാൻ സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ച ശേഷം തുറന്ന് നോക്കി, വെന്തിട്ടില്ല. ഇത്രയും വേവേ നമുക്ക് പാടുള്ളൂ. ഇനിയുള്ള വേവ് ഏതില്ല, ഈ മൺചട്ടിയിൽ ഇട്ടാൽ ഇനി നമ്മൾ വേവിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള വേവ് ഇതിലാണ് വേവേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ഈ മൺചട്ടിക്ക് ഞാനിത് മാറ്റിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇറച്ചി കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിൽ ഇറങ്ങിയതാ ഈ ഒരു പരുവായിട്ടിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പുളി തിരിച്ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുത്തതാണ്. നോക്കി ഈ ഒരു ലൂസ് പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത്രയും ലൂസേ പാടുള്ളൂ, കാരണം ഇത് ഒന്നും കൂടെ ഇരുന്ന് ഒന്ന് വറ്റും. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തു. ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേപ്പില ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റാട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇതുണ്ടെങ്കിൽ ഒരുപാട് ചോറ് തിന്നും. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. സൂപ്പറാണ്. കുറച്ച് ദിവസം ഇത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.